32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും 15 കോടി ജനസംഖ്യയും ഉണ്ടായിരുന്ന മുഗൾ സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ ഭരണാധികാരിയാണ് ഹുമയൂൺ ചക്രവർത്തി. പിതാവ് ബാബറിന്റെ മരണത്തോടെ സിംഹാരോഹണം ഏറ്റെടുക്കുമ്പോൾ ഹുമയൂണിന്റെ പ്രായം വെറും 23 വയസ്സ് മാത്രമായിരുന്നു. നല്ല വിദ്യാഭ്യാസവും മികച്ച സൈനിക പരിശീലനവും നേടിയ ഹുമയൂൺ ചക്രവർത്തി തന്റെ ശക്തി ഏകീകരിക്കുന്നതിലും മുഗൾ സാമ്രാജ്യം വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തി. നിരവധി ഭരണ പരിഷ്കാരങ്ങൾ ആരംഭിച്ച ഹുമയൂൺ തന്റെ സാമ്രാജ്യത്തിന്റെ ഭാവി വളർച്ചയ്ക്കും വിജയത്തിനും അത് അടിത്തറയിട്ടു. ക്ഷമ കൊണ്ടും സമാധാന കാംക്ഷ കൊണ്ടും അതിരുകൾ ലംഘിക്കാത്ത വാക്കുകൾ കൊണ്ടും ഇൻസാൻ ഹി കാമിൽ എന്ന വിശേഷണം കൂടി അദ്ദേഹത്തിന് ചാർത്തപ്പെട്ടു. നല്ല പഠന മികവും കലാരംഗത്തോടുള്ള സ്നേഹവും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. മികച്ച എഴുത്തുകാരൻ കൂടിയായ അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ നിരവധി പുസ്തകങ്ങൾ എഴുതി. 2 ഘട്ടങ്ങളിലായി മുഗൾ സാമ്രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുത്ത മിർസ നസീറുദ്ദീൻ മുഹമ്മദ് എന്ന ഹുമയൂൺ തന്റെ ഗ്രന്ഥശാലയുടെ പടിക്കെട്ടിൽ നിന്നും കാൽ തെന്നി വീണ് മാരകമായി പരിക്കേറ്റു. 5 മാസത്തോളം ശയ്യാവലംബനാകുകയും 1556 ജനുവരി 24 മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഉജ്ജ്വലമായ ഭൂതകാലത്തിന്റെ ഓർമ്മകളുമായി ഹുമയൂണിന്റെ ശവകുടീരം ഹുമയൂൺ ടോംബ് ഇന്നും ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു.